തലമുറകളുടെ അനന്തമായ വംശാവലികളെ ഗർഭപാത്രത്തിന്റെ തൊട്ടിലിലാട്ടി വളർത്തുന്ന സ്ത്രീ. സൂര്യൻ കൈകാൽ കുടഞ്ഞുണരും മുമ്പേ ഉണരുകയും എല്ലാ നക്ഷത്രങ്ങളും ഉറങ്ങിയാലും ഉറങ്ങാതെ കർമ്മനിരതയായിരിക്കുകയും ചെയ്യുന്ന സ്ത്രീ. അമ്മയായും ഭാര്യയായും മകളായും പെങ്ങളായും ജീവിതത്തിന്റെ അരങ്ങിൽ ആടിത്തിമിർക്കുന്ന പെണ്ണ്. കുടുംബം, സമൂഹം, വ്യവസ്ഥകൾ എന്നിവയുടെ ദുർനിയമങ്ങളിൽ ശ്വാസം മുട്ടിപ്പിടയുന്ന, ചുട്ടും കൊന്നും കരിച്ചും കടിച്ചുകീറിയും ആസിഡിൽ വേവിച്ചും കുഴിച്ചുമൂടിയും ലോകം തീർത്തുകളയുന്ന സസ്തനി. ഒരു കാലിലെ ചിലമ്പ് ഊരിയെറിഞ്ഞും മധുരാപുരി ചുട്ടരിക്കുന്ന കണ്ണകിയെപ്പോലെ അവളുടെ ഉണർച്ച, അവളുടെ ഉയിർപ്പ് കാലം കാത്തിരിക്കുന്നു. കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളുമെല്ലാം പഴഞ്ചൊല്ലുകളിലും കവിതകളിലും മാത്രം നിലനിർത്തിക്കൊണ്ട് ആൺമേധാവിത്വം പെണ്ണിനെ തടവിലാക്കി, അടിമയാക്കി. വലിച്ചെറിയപ്പെട്ട സീതയായി, പണയമാക്കപ്പെട്ട പാഞ്ചാലിയായി, കണ്ണുകെട്ടിയ ഗാന്ധാരിയായി അവളുടെ മൗനം വാഴ്ത്തപ്പെട്ടു. പുരോഗമന ആശയങ്ങൾ സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും കേൾക്കാമെങ്കിലും അതെല്ലാം വാക്കുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അവൾ ഇപ്പോഴും ചങ്ങലയ്ക്കുള്ളിലാണ്. വിസ്മയമാരായ, ജിഷമാരായ, സൗമ്യമാരായ, നിർഭയമാരായ സ്ത്രീകളിൽ നിന്നുയർന്ന നിലയ്ക്കാത്ത നിലവിളികൾ ഇനിയും ആവർത്തിക്കാത്ത നല്ലൊരു സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ട് എന്ന കവിതയുടെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം അവൾ.
കാന്തിപ്പൂവു ഞാനിന്നും എന്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പാതി പിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി. ഏതോ കരങ്ങളിൽ
അതിരുകൾ അറിയാത്ത സ്നേഹമാണ്. അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായേതു പുരമുണ്ടു ധരണിയിൽ. അഗ്നിയാണമ്മയാണ് അശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ്. പെണ്ണിന്നു കാവലായി മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട്. കഷ്ടങ്ങളൊന്നുമേ കഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിന്റെ സാക്ഷ്യമുണ്ട്. പെണ്ണിന്നു കാവലായി യുഗസംഘശക്തിതൻ സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട്. പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിന്നു കാവലായി കവിതയുണ്ട്. ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട്. ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട്. ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി, ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി, വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയാ. വർഷങ്ങൾ കടന്നുപോയി. അവൾ വളർന്നു. വിവാഹപ്രായമെത്തി. വിവാഹാലോചനകൾ വന്നു തുടങ്ങി. വിലവിവര പട്ടികയിലെ ലേലവ്യാപാരങ്ങൾ അവളും നേരിടേണ്ടി വന്നു. അവളുടെ വിവാഹമുറപ്പിച്ചു. പിന്നീടങ്ങോട്ട് വിവാഹത്തിരക്ക്. ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ ആ സുദിനം വന്നെത്തി. അവളുടെ സ്വപ്നം പൂർത്തിയാകുന്ന സുദിനം. അതെ, അവളുടെ വിവാഹ സുദിനം.
മധുവിധു വാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദം ഉല്ലാസമുന്മാദമൊഴുകുമ്പോൾ ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരാം ആശംസ. രാഗം മംഗളരാഗം, രാഗത്തിലായിരം ഗാനം. ഗാനം സംഗമഗാനം, ഗാനത്തിനായിരം വർണ്ണം. ഏഴല്ല നിറമതിനേഴല്ല 70 100 100 വന്ന മഴ വില്ലുകൾ വിരിഞ്ഞൊരഴകായി ചുവടുവച്ചു പാടാം ആഗാനം, മനസ്സ് കൊണ്ട് നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധു വാസന്തരാവിൽ. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം നിനക്ക് നല്ല ശമ്പളം കിട്ടിയില്ലേ? എന്താ എവിടെ? എന്താ എല്ലാ പ്രാവശ്യം ഞാൻ ചോദിച്ചാലും തരാൻ പറ്റുള്ളൂ? ആ കിട്ടിയ അങ്ങോട്ട് കൊണ്ടു തന്നൂടെ? എപ്പോഴും ഇങ്ങനെ ചോദിക്കണം അല്ലേ? ഇതിലൊരു 10 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നി, ചായ കുടിച്ചു. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശമ്പളം കിട്ടിയ 10 പൈസ കളയാതെ എന്റെ കയ്യിൽ കൊണ്ടുവരണമെന്ന്? ഇതെല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണോ? പോണ മൂദേവി. എന്താ ഇവിടെ മോനെ ചന്ദ്ര, എന്താ ഇവിടെ എത്ര ബഹളം? കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. അവൾക്ക് നല്ല ശമ്പളം കിട്ടി. 10 രൂപയ്ക്ക് അവള് ചായ കുടിച്ചു. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. അല്ല, ഇന്ന് അവള് ക്ഷീണം കാരണം ചായ കുടിച്ച്. അവള് ബിരിയാണിയും കഴിക്കമ്മ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടി ശമ്പളം കിട്ടിയ മുഴുവൻ അവന്റെ കയ്യിൽ കൊണ്ടുനടക്കണമെന്ന്? നിന്റെ തന്തോടും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. അതിനെങ്ങനെ 101 പവൻ സ്വർണം 5 ലക്ഷം രൂപയും തരാന്ന് പറഞ്ഞിട്ട് 51 പവൻ സ്വർണം വെറും 2 ലക്ഷം ഉലുവി തന്നേലടി നിന്റെ തന്ത. നീ ഇത് ചെയ്യും, ഇതിലപ്പുറം ചെയ്യും. മോനെ ചന്ദ്ര, ഇതൊന്നും വിട്ടുകൊടുക്കരുതട്ടോ. ഇല്ല അമ്മ, അവളുടെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നിനക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ ജീവിക്കാന്നുണ്ടെങ്കിൽ മാത്രം ജീവിക്കാം, അല്ലെങ്കിൽ കടമ പോടുന്ന. അമ്മ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഒരു സാധനം വെച്ചോണ്ടിരിക്കില്ല. കസാരൊക്കെ നേരിട്ട് വെച്ചപ്പോ അവിടെ കൊണ്ടുപോയിടും. പിന്നെ അതെടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവരാൻ നിൽക്കണം. നേരെ വെച്ചപ്പോ പേപ്പർ വെച്ചിട്ടില്ല, കുറെ നേരമായി. എന്താ
എന്തൊക്കെയാ പേപ്പറിലെ വർത്താനങ്ങൾ ഉണ്ടാവും? ആയി നല്ല വാർത്തകൾ തന്നെയാണ്. യുവതി കൊല്ലപ്പെട്ടു മൂവാറ്റുപുഴ. സ്ത്രീധന ബാക്കി ലഭിക്കാത്തതിനെ തുടർന്ന് ഭർത്താവിന്റെ അമ്മയും കൂടി യുവതിയെ വിഷം കൊടുത്തു കൊന്നു. ഇവിടെ ഇപ്പൊ അതൊക്കെ വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ല അപ്പൊ സ്ത്രീധനത്തിന്റെ ബാക്കി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തോ അല്ല ആരിത് സബീനെ? എന്താ ഒരു പാത്രമൊക്കെ ഇട്ട്? ഇതേ പായസാണ്, ഇതോട് വെച്ചോളി. ആയിക്കോട്ടെ. പുതിയ ഇവിടെ ഇല്ലേ? പുതിയ ഇവിടെ ഉണ്ട്. ഓളൊന്നും ജോലിക്ക് പോയിട്ടില്ല. എന്തു പറ്റി? അവൾക്ക് ക്ഷീണം അത്രേ. ക്ഷീണം. എത്ര മാസായി? ഓൾക്കിത് മാസം 2 അതിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ ബീനെ. ഞാനും 2-3 കഴിഞ്ഞ തന്നെയാണ്. പക്ഷെ ഇപ്പുള്ളവരുടെ പോലെ കേടോളം നിൽക്കില്ലായിട്ടില്ല. ഇപ്പൊ തലചിറ്റല്, ഛർദി, ക്ഷീണം, എന്താ കേടെന്ന് പറയാൻ വയ്യക്ക്. കുടിയിലും ഇതൊക്കെ തന്നെ കഥ. എന്നോട് ഇങ്ങനൊക്കെ തന്നെ. എടി ശ്രുതി, ശ്രുതി എന്താ ചായ എടുത്തോണ്ടേ. പണ്ടവും പണമൊക്കെ മുഴുവൻ കിട്ടിയോ? എവിടുന്ന്? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. ഇപ്പൊ ഞങ്ങളോട് നടന്ന കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് തീർക്കാൻ ആൾക്കാർക്ക് നേരമുള്ളൂ. 101 പവൻ സ്വർണം 5 ലക്ഷം രൂപയും തരാന്ന് പറഞ്ഞത് അവളുടെ ആ കള്ള തന്ത. അങ്ങോട്ട് കൊടുക്കണേ. ചായ ഉണ്ടാക്കിയോ? അപ്പൊ എന്താണ് എനിക്ക് ചായ ഇല്ലേ? എന്റെ വായ കൂടെ ചായ ഇറങ്ങില്ലേ? എന്താ പാട്ട് കൊണ്ടുവരാ? അതെ, 101 പവൻ സ്വർണം 5 ലക്ഷം രൂപയും തരാന്ന് പറഞ്ഞത് അവളുടെ ആ കള്ള തന്ത. എന്നിട്ട് തന്നതോ വെറും 51 പവൻ സ്വർണം 2 ലക്ഷം രൂപയും. എന്നിട്ടൊരു പൊന്നാര വർത്താനം കേട്ടില്ലേ? എന്താ പൊന്നാര വർത്താനം അറിയോ? 6 മാസത്തെ കാലാവധി. വിചാരിച്ച പോലെ പണ്ടും പൈസ ഒന്നും ആയില്ലാന്ന്. കിട്ടുന്ന എനിക്ക് തോന്നണില്ല. കിട്ടിയ ഭാഗ്യം മാത്രമേ വിചാരിക്കാൻ പറ്റൂ. ഈ കുട്ടിയും ചട്ടേന്ന് ആവണേന്റെ മുന്നേ ഇതൊക്കെ വാങ്ങി എടുത്തോളൂ. അന്നതൊന്നും കിട്ടാൻ പോകും. അത് ഞാൻ ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അവളുടെ അച്ഛനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ പെണ്ണ് പണിയൊക്കെ എടുക്കുക. എവിടുന്ന് എന്തെങ്കിലുമൊക്കെ തൊട്ടും പിടിച്ച് അവിടെ മടി നിൽക്കണാണ്. ഈ വീട്ടിലെ പണികൾ മുഴുക്ക ഞാനാണ് ബീനെ എടുക്കണത്. ഇതിന്റെ കോലൊന്ന് നോക്കി നോക്കിയൊക്കെ. പിന്നെ ആൾക്കാർ കണ്ട എന്തൊക്കെയാ പറയുന്നത് ചോദിച്ചൊക്കെ അറിയില്ല. ചേച്ചി കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആകെ അങ്ങോട്ട് ക്ഷീണിച്ചിക്കണം. എല്ലാരും പറയുന്നുണ്ടതേ. അതിനെങ്ങനെ? ഈ വീട്ടിലെ പണികൾ മൊത്തം ഞാനല്ലേ എടുക്കണത്. ചായ കുടിക്കുക. എന്ത് ചായ ചേച്ചി? എന്തേ നിങ്ങളൊന്ന് കുടിച്ചു നോക്കി. നിങ്ങളെ മരുവൾക്ക് ചായ കുടിക്കാനോ വെക്കാനോ അറിയില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഞാനേ ബാങ്കിലൊന്ന് പോയിട്ട് വരാം. പിന്നെ പണ്ടും പണമൊക്കെ വേഗം വാങ്ങിയിട്ട് അതൊന്നും കിട്ടാൻ പോണില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏടി ശ്രുതി, ഈ ഗ്ലാസ് ഒന്ന് കൊണ്ടേക്കാം. അവിടെ നിൽക്കേ. ഈ പായസപ്പൊടിയാണ് കൊണ്ടേക്കാം. ഇനി ഇത് മുഴുക്ക അവിടെ പോയി കുടിക്കണ്ട. കുറച്ചായി ബാക്കി വെച്ചോ. പേപ്പർ മുഴുവനെ വായിച്ചതും ഇല്ല. ശ്രുതി, എവിടെ എന്റെ ഷർട്ട്? ഇന്നലെ വേറെ കുറച്ച് പണികൾ ഉണ്ടായിരുന്നോണ്ട് അത് ഇസ്തിരി ഇടാൻ പറ്റിയില്ല. എന്താ എനിക്ക് ഓഫീസിൽ പോണെന്ന് അറിയില്ലേ? ഞാനിപ്പൊ ചെയ്തുതരാം. നിന്നോട് എത്ര പ്രാവശ്യം പറയണം ഓരോ കാര്യങ്ങള്? എപ്പോഴും പണിയാണ്. എന്താ പണിയാ നീ ചെയ്യണേ? പണി മുഴുവൻ അമ്മയാ ചെയ്യുന്നത്. പിന്നെ നിനക്ക് എന്താ അവിടെ എപ്പോഴും ക്ഷീണം അല്ലേ? പോയാലും ചെയ്യണി വേഗം. മോനെ ചന്ദ്ര, നീ ഇവിടെ വന്നിട്ട് ഇരുന്നേ. അതെ, എന്താ അമ്മ? നിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഓ പറയൂ. അമ്മ വിളിച്ചായിരുന്നു. അവള് ചിലപ്പോ നാളെ മറ്റന്നാളെ ഇന്നാ നാളെ ആയിട്ട് വരും. അവള് വന്നാല് ഒരു 4 ദിവസം അവളെന്നെ പറഞ്ഞേക്കണ്ട. എന്താ അമ്മ 4 ദിവസം? അവളുടെ വീടല്ലേ, കുറച്ചു ദിവസം നിക്കട്ടെ ഇവിടെ. പിന്നെ എന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയാന്ന് വെച്ചാല്, പറയൂ. അമ്മ വരുമ്പോ നിന്റെ ഭാര്യയോട് ഒരാഴ്ച ലീവ് എടുക്കാൻ പറയും. അവളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയാം. അമ്മ വന്ന അവളെ കൊണ്ട് പണിയെടുപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞതാ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ശ്രുതി, ശ്രുതി, അമ്മ വരണ്ടേ?
അതെയോ? ആ, അവള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ അവള് ഇവിടെ ഉള്ളപ്പോ നീ ലീവ് എടുക്കണം. അല്ല, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ ഓഫീസിൽ നല്ല തിരക്കുള്ള സമയം, ലീവ് കിട്ടുമെന്ന് അറിയില്ല. എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്റെ പെങ്ങള് വരുന്ന സമയത്ത് നീ ഇവിടെ വീട്ടിലുണ്ടായിരിക്കും, ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പറഞ്ഞാലൊരു കാര്യം മനസ്സിലാക്കില്ല. മോളെ അമ്മൂ, അമ്മേ, എന്റെ കുഞ്ഞു വന്നോ? അയ്യോ, അമ്മയുടെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയല്ലോ. എന്താ അമ്മോ നിന്റെ കോലം അങ്ങനെ ആകെ മെലിഞ്ഞ് മുഖക്കുണ്ട് കരുവാലിച്ചിട്ട്? നിന്റെ കുട്ടിയുടെ കോലം കണ്ടോ? നിനക്കവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടണില്ല അമ്മോ? അമ്മയ്ക്ക് അറിയില്ല അവിടുത്തെ കാര്യമൊക്കെ. എന്താപ്പ ചെയ്യാ? എടി ശ്രുതി, അമ്മ ഇപ്പൊ എത്തി. അമ്മ ഒന്ന് ഇങ്ങനെ കുടിക്കാനെന്തെങ്കിലും കണ്ടേ? നിനക്ക് സുഖല്ലേ? ആ സുഖാണേട്ടാ. എവിടെ? മൈക്കൂട്ടം വന്നില്ല? ഇല്ല, അവൻ വന്നില്ല. അവനെ കൊറേ പഠിക്കാനുണ്ട്. അവൻ എപ്പോഴും പഠിക്കലന്നെ ഉള്ളൂ. ഇപ്രാവശ്യം വെക്കേഷനിൽ അവനെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്നാക്കണം കേട്ടോ. കുറച്ച് അധിക ദിവസം നന്നായി നന്നായി. അപ്പൊ ഞാൻ ഓഫീസിൽ പോവാണ്. നമുക്ക് വൈകുന്നേരം കാണാം. അതെ, നോക്കേട്ടാ, എന്റെ ഈ മാല കണ്ടോ? ഇത് മുഴുവനെ പൊട്ടി 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 പോവാണേ, കണ്ടോ? ശരിയാട്ടോ ചന്ദ്ര, ഇത് അങ്ങനെ കേട് വന്നിരിക്കണോട്ടാ. ഇതൊന്നും എന്തായാലും മാറ്റി കൊടുക്കണമെന്ന്. സാരില്ല, ഇന്ന് വൈകുന്നേരം ഓഫീസിൽ ഇട്ടാലേ ആ. അമ്മ റെഡി ആയിരുന്നോളൂ. ആയിക്കോട്ടെ. ജ്വല്ലറിയിൽ പോവാം. ആയിക്കോട്ടെ. പോരെ? ഈ ബാഗ് കൊണ്ട് ഇത്ര മണി നോക്കേട്ടാ. ശ്രുതി ചേച്ചി എന്നോട് ഒന്നും മിണ്ടാതെ പോയി. അവർക്ക് ഞാൻ വന്നതന്നെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. എന്നെ പറഞ്ഞോ അവള്? എന്തിനാ ഏട്ടാ പറയണേ? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കരയില്ല അമ്മ, കരയില്ലേ കരയില്ലേ. ഞാൻ ചോദിക്കാം അവളോട് കേട്ടോ. നീ കരയില്ലേ? ഏട്ടാ, നമ്മുടെ അമ്മ നോക്ക് എന്തുപോലെ ക്ഷീണിച്ചത്. ഞാനും ഇപ്പൊ 2-3 ദിവസമായിട്ട് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇന്നലെ അമ്മോട് ചോദിച്ചേ ഉള്ളൂ എന്താ പറ്റിയെന്ന്. അപ്പൊ അമ്മ പറയണ വീട്ടിലെ പണി മുഴുവൻ എടുത്തിട്ടേ വയ്യാണ്ടേ ഇതാണ്, കൊറേ പണിയുണ്ട്, അവളാണെങ്കിൽ ഒന്നും ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു. അവളോട് ചോദിക്കുമ്പോ അവള് പറയണു ഞാനാണ് പണി മുഴുവൻ എടുക്കണം, എനിക്ക് വയ്യ, എന്നിട്ട് ഞാനാ പണി എടുക്കണം എന്ന് പറയുന്നു. എനിക്കൊന്നും അറിയില്ല. രാവിലെ പോയാ രാത്രിയാ വരണേ. ഇപ്പൊ കുറച്ച് പണിയും കൂടുതലുണ്ട് ഓഫീസില്. ഏട്ടനൊന്ന് ശ്രദ്ധിക്കുക. ഏട്ടൻ സുധി ചേച്ചിനോടൊന്ന് ചോദിച്ചു നോക്ക്. ഇങ്ങനെ ചെയ്യാലേ എങ്ങനെയാ നോക്കാം, ഞാൻ ചോദിക്കാം കേട്ടോ. എടി ശ്രുതി, ശ്രുതി, നിന്റെ ഒരു ഫോണ് നിനക്ക് എന്താ അമ്മ വന്നാൽ ഇഷ്ടപ്പെടില്ലേ? അവൾക്ക് എന്ത് സങ്കടമായിട്ട് അവള് പോയത്? നീ അവളൊന്നും വേണ്ടിയില്ല, അവള് കരഞ്ഞിട്ടാ പോയത്. നീ എന്ത് ചെയ്തോന്നോ? അവൾക്ക് എന്ത് സങ്കടമായി? അവളോട് എന്തുകൊണ്ട് നീ ഒന്നും സംസാരിച്ചില്ല? അതിന് അമ്മയായിട്ടും കൂടിയല്ലേ അവിടെ സംസാരിച്ച്. അതിനിടയ്ക്ക് കയറി ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ എല്ലാം കഴിഞ്ഞ് തർക്കുത്തരം പറയാൻ പോയി. അയ്യോ, നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചില വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചില വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുപാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുപാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ.
വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യപാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. തീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരനിന്നിദാനമീ നഖങ്ങൾ മൂത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. കീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നടുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ. അവലയല്ല ചവലയല്ല അഗ്നി എന്നവൾക്കുപേർ. അവലയല്ല ചവലയല്ല അഗ്നി എന്നവൾക്കുപേർ. ഓർത്തുവയ്ക്കാം നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ച സാരസൗഭകം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. താടടക്കി താടടക്കി ക്ഷീരപഥം കൂടടക്കി താരിമഹാമാരികതൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി. ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുവന്ന് സ്ത്രീ പുരുഷ ശീലയത്തിൽ മാനുഷർ. ചരാചരങ്ങൾ അത്ഭുതപ്പെടും. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. താടടക്കി താടടക്കി ക്ഷീരപഥം കൂടടക്കി താരിമഹാമാരികതൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി. ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുവന്ന് സ്ത്രീ പുരുഷ ശീലയത്തിൽ മാനുഷർ. അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ
പ്രപഞ്ച സൃഷ്ടിയിൽ. പ്രിയമുള്ളവരെ, ആരും ആരെയും ഭരിച്ചിടാത്ത സന്തോഷമുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ പ്രകൃതി മാലാഖയായി, ശലഭമായി, പൂക്കളായി, മരങ്ങളായി, ചെടികളായി അനുഗ്രഹം ചൊരിയുന്നു. സർവചരാചരങ്ങളും ആനന്ദ നിർവൃതിയിലെത്താൻ മനുഷ്യന്റെ ചിന്താഗതികളിലും പ്രവൃത്തികളിലും മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. ആരഭി പോലുള്ള സംഘടനകൾക്കൊപ്പം ചലിച്ച് നമുക്കും നന്മയുള്ള സഹജീവി സ്നേഹമുള്ള മനുഷ്യനായി മാറാം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടാം. പ്രിയമുള്ളവരെ, ആരഭി വനിതാവേദി നിങ്ങൾക്കായി ഒരുക്കിയ കാവ്യനാടകത്തിന് ഇവിടെ തിരശീല വീഴുകയാണ്. ഇത്രയും സമയം ഞങ്ങളെ വീക്ഷിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി.